السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്രമ മനുഷ്യരുടെ ക്രമക്കേടുകളുടെ ചിത്രങ്ങൾ മനുഷ്യ മനസ്സുകളെ വിങ്ങിപ്പൊട്ടിക്കുന്ന അനേകം കാഴ്ചകൾ ദിനം പ്രതി നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കരുണയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചെങ്കിൽ മനുഷ്യ മൂല്യങ്ങളെ മറികടക്കാൻ ഒരാളും തയ്യാറാകുമായിരുന്നില്ല എന്ന് തീർച്ചയാണ്. ഖുർആനിലെ 114 സൂറത്തുകളിലായി 114 തവണ ആവർത്തിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ കാരുണ്യത്തിന്റെ പദങ്ങളെ ലോകരക്ഷിതാവിന് അലങ്കാരമാക്കുന്നത് മുതൽ കരുണ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ്. ലോകഗുരുവിനെ ലോകർക്ക് റഹ്മത്തായി പറഞ്ഞയച്ചു എന്ന വിശുദ്ധ ഖുർആനിക സൂക്തത്തിലും ഈ കരുണയുടെ അധ്യായം നമ്മൾക്ക് ആവർത്തിക്കാനാകും. മക്കയിൽ പീഡന മുറകളുടെ ആവർത്തനം ക്ഷീണം വിതച്ചപ്പോഴും മുത്തുനബി അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല. ത്വായിഫിൽ കല്ലേർ സമ്മാനിച്ചവർക്കും സ്നേഹദൂതരുടെ സ്നേഹസ്പർശം മാത്രമാണ് തിരികെ ലഭിച്ചത്. സ്കൂളിലെ ജൂനിയർ വിദ്യാർത്ഥി സീനിയറെ രൂക്ഷമായി നോക്കി എന്നതിന്റെ പേരിൽ പൊതുജനമധ്യേ തല്ലിച്ചതക്കുന്ന ദൃശ്യങ്ങൾ സമ്മാനിക്കുന്ന വിദ്യാർത്ഥി യുഗത്തിന് മുന്നിൽ പറഞ്ഞു നൽകേണ്ട പാഠങ്ങളല്ലേ ഇത്? പ്രവാചകരുടെ വഴിയിൽ മുള്ളുവിതറി തടസ്സം സൃഷ്ടിച്ച സഹോദരിയെ ഒരു ദിവസം കാണാതെ വന്നപ്പോൾ അവളെ അന്വേഷിച്ചു ചെന്ന് രോഗശാന്തിക്ക് പ്രാർത്ഥിച്ച ലോകദൂതർ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ തത്വങ്ങളിൽ കരുണയ്ക്ക് പ്രാമുഖ്യം ഇല്ലാതിരിക്കൽ എങ്ങനെയാണ്? അയൽക്കാരന്റെ വീട്ടുമുറ്റത്തേക്ക് വഴിവെട്ടാൻ 4 അടി മണ്ണ് സ്വന്തം ഭൂമിയിൽ നിന്ന് വിട്ടു നൽകുന്നതിന് ലക്ഷങ്ങൾ ചോദിക്കുന്ന മനുഷ്യന്മാരുടെ അയൽപ്പക്ക ജീവിതം ചീഞ്ഞാറുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ഈ കരുണയുടെ അധ്യായം. മൃഗീയമായി നരബലികൾ കൊണ്ടാടുന്ന ജീവജാലങ്ങളോട് മാത്രമല്ല വിശുദ്ധ ഇസ്ലാമിന്റെ കരുണയുടെ പാഠങ്ങൾ. മദീന പള്ളിയിലെ മിമ്പറിന്റെ പഴക്കം മാനിച്ച് പുതുമിമ്പർ പണിത് അതിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ പഴയ മിമ്പറിന്റെ തേങ്ങൽ കേട്ട മുത്തുനബി ഇറങ്ങിച്ചെന്ന സംഭവം വിസ്മരിക്കാനാവില്ല. മുത്തുനബിയും സ്വഹാബാക്കളും തമ്പടിച്ചിരിക്കുന്ന സദസ്സിലേക്ക് ഓടിയെത്തിയ ഒട്ടകം പരാതി പറഞ്ഞപ്പോൾ അതിന്റെ യജമാനനോട് നീ നിന്റെ യജമാനനോടുള്ള കടപ്പാട് തീർക്കുക, എന്നാൽ ലോകത്തിന്റെ അധിപൻ നിന്നോടുള്ള കടപ്പാട് തീർക്കുമെന്ന് മുത്തനബി മറുപടി നൽകുമ്പോൾ ആ ഒട്ടകത്തിന് അറിയാമായിരുന്നു തന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകാൻ ലോകഗുരുവിനോളം മറ്റാരുമില്ല എന്ന്. മദീനയാകെ തെരുവനായ ശല്യം രൂക്ഷമായപ്പോൾ അവയെ കൊല്ലുന്നതിനു വേണ്ടി സ്വഹാബാക്കൾ മുത്തുനബിയുടെ സവിധത്തിൽ എത്തിയ അനുവാദം ചോദിച്ചപ്പോൾ ഇല്ല, നിങ്ങളെ പോലെ ഒരു സമൂഹമാണ് അവയും, അതിനാൽ അനാവശ്യമായി ഒരു നാഴയെയും കൊല ചെയ്യാൻ പാടില്ല. എന്നാൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുവെങ്കിൽ അത്തരം നായകളെ മാത്രം ഉന്മൂലനം ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കാം എന്ന മുത്തുനബി അധ്യായം തീർത്തും തെരുവനായ രൂക്ഷമായ നമ്മുടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞു നൽകേണ്ട പാഠങ്ങളല്ലേ ഇത്? കാരുണ്യവാനായ മുത്തുനബി പകർന്നു തന്ന വിശുദ്ധ ഇസ്ലാമിന്റെ കരുണയുടെ പാഠങ്ങൾ അതിവിശാലമാണ്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ലോകത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ ചെയ്യും എന്ന ആശയ ഹദീസ് ജീവിത ശൈലിയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.